40-45 വർഷം മുമ്പ് ലേലം ചെയ്ത് കൊടുത്ത എമൗണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല. 100 കണക്കിന് കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര രൂപ മാസ വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്? ചില കെട്ടിടങ്ങൾ കൊടുത്തിരുന്നത് 250 രൂപയാണ് ഒരു മാസ വാടക. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ആർ ശ്രീലേഖ നടത്തിയിട്ടുള്ള നടപടി അതൊരു അഹങ്കാരമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ എതിർപക്ഷത്തുള്ള ഓരോ ആളുകളും വ്യാഖ്യാനിക്കുന്നത്. വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള VK പ്രശാന്തിനോട് ശാസ്തമംഗലം കൗൺസിലറായിട്ടുള്ള BJP കൗൺസിലർ ആർ ശ്രീലേഖ ഇപ്പോൾ MLA ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കാൻ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ഇതോടുകൂടെ പാർട്ടി നേതാക്കളെല്ലാം ഒത്തുകൂടിക്കൊണ്ട് ഒരു MLA ഇറക്കി വിടുന്ന തരത്തിൽ നിയമലംഘനം നടത്തുന്ന ഒരു കൗൺസിലറായിട്ട് ആർ ശ്രീലേഖ മാറി എന്ന വലിയ രീതിയിൽ പരാമർശങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നു. അതേസമയത്ത് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്രയും കാലം അവിടെ കൊടുത്ത സ്ഥലം മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന കൗൺസിലർമാരുള്ള ഇടത്താണ് ഒരു DGP ആയിരുന്ന മേയർ കസേര കൊതിച്ചിരുന്ന ഒരാൾ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കി രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് അതൊരു വ്യക്തിപരമായ ആവശ്യമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ എന്നാണ് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ വലിയൊരു കൊള്ളയാണ് ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ പുറത്തു വന്നിരിക്കുന്നത് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 40 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM നടത്തുന്ന ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ളയുടെ നേർചിത്രം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ശാസ്തമംഗലം കൗൺസിലറായിട്ടുള്ള ആർ ശ്രീലേഖ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മേയർ കസേര കിട്ടാത്തതിന്റെ ദേഷ്യം തീർക്കാനാണ് ഇത്തരത്തിൽ BJPയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കൗൺസിലർ രംഗത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർ ശ്രീലേഖയെ ഒരു വശത്തുനിന്നുള്ള ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആർ ശ്രീലേഖ BJPക്കായിട്ട് ഒരു വഴി ഒരുക്കിക്കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ 40 വർഷമായിട്ട് CPMന്റെ ഭരണകൂടം നടത്തുന്ന അഴിമതികളുടെ തെളിവുകളടക്കം BJPക്ക് മുൻപിലുള്ളപ്പോൾ ആ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം ഏറ്റവും വലുതായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ആർ ശ്രീലേഖയുടെ ഈ ഒരു ഇടപെടൽ സഹായിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയൊരു വാടക മുറിയുമായി ബന്ധപ്പെട്ടുള്ള വാടക കെട്ടിടത്തിന്റെ കൊള്ളയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ MLA ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ഒരു കെട്ടിടത്തിന് ഏകദേശം ഈ സമയത്തെ ഒരു കണക്ക് പ്രകാരം 20,000-ലധികം രൂപ വാടകയായി കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ എന്താണ് VK പ്രശാന്തിന്റെയൊക്കെ നേതൃത്വത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ആ കെട്ടിടത്തിന്റെ വാടക എന്ന് പറഞ്ഞുകൊണ്ട് കേവലം 827 രൂപ മാത്രമാണ് കൊടുക്കുന്നത്. നമ്മൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു റൂം വാടകയ്ക്ക് എടുക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കും? മിനിമം 1000 രൂപയെങ്കിലും ചാർജ് ആക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു ഓഫീസ് കെട്ടിടത്തിന് ഒരു മാസം കേവലം 827 രൂപ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് കോർപ്പറേഷന് കിട്ടേണ്ടുന്ന വലിയൊരു തുകയുടെ നഷ്ടമാണ് അവിടെ ഈ ഭരണകൂടം കണ്ണടയ്ക്കുന്നതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്നത് പോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രവർത്തകർ ചില ആളുകൾക്ക് കരാറടിസ്ഥാനത്തിൽ ഈ കെട്ടിടം കൈമാറുകയായിരുന്നു. പിന്നീട് ആ കരാർ റിന്യൂ ചെയ്ത് അതേ തുകയിൽ ഈ 40 വർഷം കൊടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരാൾ ആ കെട്ടിടം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാറ്റി കൊടുക്കുന്നു. അതിന് കോർപ്പറേഷൻ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ കോർപ്പറേഷൻ അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നത് പോലെ തന്നെ ഇഷ്ടക്കാർക്ക് വേണ്ടി വാടക കെട്ടിടം കേവലം ചുരുങ്ങിയ തുകയ്ക്ക് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ തീവൊട്ടിക്കൊള്ള. കഴിഞ്ഞ ദിവസം മേയറായിട്ട് VV രാജേഷ് രംഗത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം അധികാരമേറ്റതിന്റെ മണിക്കൂറുകൾക്കുള്ളിൽ 24 മണിക്കൂർ അധികാരമേറ്റ് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് എന്താണ് ഈ BJP ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് നടത്താൻ പോകുന്നത്, അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്, അവർ സാധ്യമാക്കുന്ന പദ്ധതികൾ എന്താണ് എന്നതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു അത്. ആ പത്രസമ്മേളനത്തിൽ മേയർ കൃത്യമായിട്ട് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഏത് തരത്തിലാണ് ഇനിയൊരു വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. അതിൽ മേയർ ചൂണ്ടിക്കാണിച്ച വിഷയം തന്നെയാണ് ഇപ്പോൾ ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിവാദമായി മാറിയിട്ടുള്ളതും. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ തിരുവനന്തപുരത്തിന്റെ മുക്കിലും മൂലയിലുമുണ്ട്.
കൃത്യമായിട്ട് ഒരു വലിയ തുക തന്നെ ലഭ്യമാകേണ്ടുന്ന ആ കെട്ടിടങ്ങൾ 40 വർഷം മുൻപേയുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ തുച്ഛമായ തുകയ്ക്കാണ് ഇന്നും വാടകയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ കെട്ടിടങ്ങൾ ആർക്കൊക്കെ ഏത് തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ഉടമസ്ഥാവകാശം ആർക്കാണ്, ആരൊക്കെയാണ് ഇപ്പോൾ കൈമാറി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി കൃത്യമായിട്ട് ആ വാടക മുറികൾക്ക്, വാടക കെട്ടിടങ്ങൾക്ക് ഒരു തുക നിശ്ചയിച്ച് അത് കോർപ്പറേഷൻ പിടിച്ചെടുത്താൽ അത് കൃത്യമായിട്ട് കോർപ്പറേഷന്റെ വികസനത്തിന് വലിയൊരു സഹായമാകും. അതേപോലെ തന്നെ കോർപ്പറേഷന്റെ വരുമാനത്തിന് വലിയൊരു സാഹചര്യം ഒരുക്കുമെന്നാണ് മേയറായിട്ട് വി രാജേഷ് അധികാരമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ പ്ലാൻ തയ്യാറാക്കിയത്. ആ പ്ലാനിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലായിട്ട് ഇപ്പോൾ ഈ ഒരു വിവാദം മാറുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഒരു DGP ആയതുകൊണ്ട് അവർക്ക് ആ ചെറിയ മുറിയിൽ ഇരിക്കാനുള്ള സൗകര്യം മതിയാവില്ല. അത് അഹങ്കാരമായി എടുത്തതുകൊണ്ടാണ് ശ്രീലേഖ ഇത്തരത്തിൽ ഈ ഈ MLA ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത് എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക. ശ്രീലേഖ എന്ന് പറയുന്നത് ഒരു DGP എന്നതിനേക്കാൾ ഉപരി അവരൊരു സ്ത്രീയാണ്. അവർ കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ അവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഒരു ബാത്റൂം പോലും വേണ്ടതുണ്ട്, ഒരു ബാത്റൂം വേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ വട്ടിയൂർക്കാവ് MLA ഓഫീസായി പ്രവർത്തിക്കുന്ന അതേ കെട്ടിടത്തിൽ തന്നെയാണ് ശാസ്തമംഗലം കൗൺസിലറിന്റെയും ഓഫീസ് വരുന്നത്. ആ ഓഫീസിലേക്ക് എങ്ങനെ കയറി ചെല്ലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസിൽ അകത്ത് കയറിയിട്ട് വേണം ഈ പറയുന്ന ശാസ്തമംഗലം കൗൺസിലറുടെ മുറിയിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് എത്താൻ എന്നുള്ളതാണ്. അവിടെ തന്നെ വലിയൊരു പ്രൈവസിയാണ് നഷ്ടപ്പെടുന്നത്. അതേ സമയത്ത് ഇപ്പോൾ ശാസ്തമംഗലം കൗൺസിലർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഓഫീസ് എന്ന് പറയുന്നത് കേവലം ഒരു 2 ആൾക്ക് പോലും തിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമില്ലാത്ത ഒരു മുറിയാണ്. ആ ഒരു മുറിയിൽ ചെറിയൊരു ബാത്റൂം ഉണ്ട്. ആ ഒരു ബാത്റൂമിലാണ് ഈ കഴിഞ്ഞ ഇതിനു മുൻപുണ്ടായിരുന്ന കൗൺസിലർ അവിടെ ഡോക്യുമെന്റ്സ് അടക്കം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. അദ്ദേഹം ഒരു പുരുഷനായതുകൊണ്ട് മാത്രം ഒരു പക്ഷേ അന്ന് പരാതിയായിട്ട് രംഗത്തേക്ക് വന്നില്ല. പക്ഷേ ശ്രീലേഖയുടെ കാര്യം അതല്ല. അവർക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇവിടെയുള്ള ന്യായ വ്യവസ്ഥകൾ എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ തനിക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വം, തൻ്റെ സ്ഥാനത്തിന് അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സ്പേസ് അല്ല തനിക്ക് വേണ്ടത്. നിയമപ്രകാരം കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള കെട്ടിടം, കൗൺസിലർക്ക് വേണ്ടിയുള്ള കെട്ടിടം, ആ കെട്ടിടം അത് MLA ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിലേക്കാണ് ശ്രീലേഖ ഇടപെടുന്നത്, രംഗത്തേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ എത്തിയതോടെ ശ്രീലേഖ ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ശ്രീലേഖയ്ക്കെതിരെ വരുന്നു എന്നുള്ളതാണ്. BJP കൗൺസിലർക്ക് അഹങ്കാരം എന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിലടക്കം കുറിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആർക്കാണ് അഹങ്കാരം എന്നത് വ്യക്തമാകും. അതായത് 40 വർഷം മുമ്പ് ഭരിക്കാൻ തുടങ്ങിയതാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് CPMന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. കഴിഞ്ഞ മേയർ ആര്യ രാജേന്ദ്രന്റെ അടക്കം ഭരണകാലത്തും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും അവർ കണ്ടില്ല എന്ന് കണ്ണടച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ തന്നെ. ഓരോ ഭരണവും, അതായത് CPMകാർക്ക് അല്ലെങ്കിൽ ഇടത് നേതാക്കന്മാർക്ക് ഈ കേരളം ഒരു സ്വന്തം തറവാടാണ് എന്നുള്ള ഒരു ധാരണയുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കോർപ്പറേഷൻ മറ്റുമായിട്ട് കുത്തിക്കയറ്റുന്നു, തിരികെ കയറ്റുന്നു, അവർക്ക് ജോലി ഉറപ്പാക്കുന്നു, അവർക്ക് പെൻഷൻ ഉറപ്പാക്കുന്നു. യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ല എങ്കിൽ പോലും അവരെ എന്തെങ്കിലും ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന രീതിയിലാണ് സർക്കാർ സംവിധാനങ്ങളെ ഇത്തരത്തിലുള്ള CPM നേതാക്കന്മാർ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ രീതിയിലുള്ള ഒരു ദുരുപയോഗത്തിന്റെ ഏറ്റവും വലിയ നേർചിത്രം തന്നെയാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് MLA ഓഫീസ് എന്നത് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും BJP ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. BJP ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. BJP എന്നതിനേക്കാൾ ഉപരി മേയർ തന്നെ നേരിട്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നോണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ അടിസ്ഥാനത്തിലുള്ള അവകാശത്തിലുള്ള കെട്ടിടങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെയാണ് കൃത്യമായിട്ട് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്, ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടി, മണിക്കൂറുകൾക്കകം അറിയിക്കാൻ വേണ്ടി മേയർ ഉത്തരവിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മേയർ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് BJP അധികാരമേറി 2-3 ദിവസങ്ങൾക്കുള്ളിൽ പണി
തുടങ്ങുമ്പോൾ അവിടെ പണി കിട്ടിയിരിക്കുന്നത് 40 വർഷം കൊണ്ട് ഇവിടുത്തെ CPM നേതാക്കന്മാർ നടത്തിയിട്ടുള്ള തീവെട്ടിക്കൊള്ളയുടെ തെളിവുകൾ പുറത്തു വരിക എന്നുള്ളത് തന്നെയാണ് സാഹചര്യം ഒരുക്കുന്നത്. എന്തായാലും BJPയുടെ ആ ഒരു തുടക്കം കുറിക്കൽ അത് ആദ്യ സൂചന തന്നെയായിട്ട് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ശ്രീലേഖ ഈ വിഷയവുമായി ഉന്നയിച്ചിട്ടുള്ള ആ ഒരു ആരോപണം, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ ആരംഭിക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതുപോലെ തുടക്കത്തിൽ 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് മേയറായിട്ട് കസേരയിൽ കയറിയിരുന്ന ആ സമയത്ത് VV രാജേഷ് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ ഒരു പ്രസ്താവനകളുണ്ട്. അതായത് എങ്ങനെയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വികസനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. ആ വികസനം കൊണ്ടുവരുന്നതിന്റെ കാര്യമായിട്ട് അന്ന് അദ്ദേഹം സൂചിപ്പിച്ച അതേ കാര്യമാണ് ഇപ്പോൾ ഒരു വിവാദമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്കുകൂടെ നമുക്ക് കേൾക്കാം എന്നുള്ളതാണ്. അതായത് ഈ 24 മണിക്കൂർ മേയറായിട്ട് സ്ഥാനമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ VV രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞ ആ ഒരു പോയിന്റ് കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ കിട്ടും. എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്രയും കാലം CPM നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ആ ഒരു തീവെട്ടിക്കൊള്ള എന്നതിന്റെ വിവരങ്ങൾ. അതായത് കേന്ദ്ര സർക്കാരിന്റെ പണം പദ്ധതികൾ മാത്രം ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു കോർപ്പറേഷൻ കൂട്ടാൻ സാധിക്കില്ല. ആദ്യം അത് സംസാരിക്കുന്ന സമയത്ത് പ്രസംഗത്തിലൊക്കെ പറയുമെങ്കിലും, കേന്ദ്ര BJP ഭരിക്കുന്നതുകൊണ്ട് പറയുമെങ്കിലും, പ്രഥമ പരിഗണന നമുക്കിവിടെ എങ്ങനെ പണം സംരക്ഷിക്കാം, പണം ഉണ്ടാക്കാം. കോർപ്പറേഷന് തന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊക്കെ എന്നെക്കാളും അറിയാമല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കെട്ടിടങ്ങളുണ്ട്? 100 കണക്കിന് കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര രൂപ മാസ വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്? ചില കെട്ടിടങ്ങൾ കൊടുത്തിരുന്നത് 250 രൂപയാണ് ഒരു മാസ വാടക. 40-45 വർഷം ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഗിരികുമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ. ഞങ്ങൾക്കറിയാം കണക്ക്. 40-45 വർഷം മുമ്പ് ലേലം ചെയ്ത് കൊടുത്ത എമൗണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല. എന്നാൽ അതേ വലിപ്പമുള്ള തൊട്ടടുത്തുള്ള കെട്ടിടത്തിന് 3000 രൂപ പെർ ഡേ. ഇവിടെ കിട്ടുന്നത് 250-500 രൂപയാണ്. 45 വർഷം മുമ്പ് ആർക്കോ കൊടുത്തതാണ്. അവരുടെ തലമുറ കൈമാറിയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ തന്നെ നമുക്ക് നല്ല വരുമാനം സംഘടിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഹൈക്കോടതിയിലും കീഴ്ക്കോടതികളിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ സ്റ്റാൻഡിംഗ് കൗൺസിലുകൾ കൃത്യമായി ഹാജരായിക്കൊണ്ട് കൃത്യമായിട്ട് കേസുകൾ നടത്തി കഴിഞ്ഞാൽ ആ കേസുകളുടെ വിധി വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കോർപ്പറേഷന് കിട്ടും. അങ്ങനെ പിന്നെ നമ്മുടെ വരുമാന ചോർച്ച, നമ്മുടെ നികുതി ചോർച്ച, ഇത് തടഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻകം മെച്ചപ്പെടും. അതിലൂടെ നമുക്കൊരു പരിധിവരെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റുകൾ ഞങ്ങൾ ആവശ്യപ്പെടും. അവിടെയാണ് താങ്കൾ ചോദിച്ചതിന്റെ ഇതിന് സ്വാഭാവികം നമുക്കറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ്, സംസ്ഥാന സർക്കാരിന്റെ പെർമിഷനോട് കൂടി മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് പണം തരാൻ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്തിനാ സംസ്ഥാന സർക്കാർ അതൊക്കെ തടയും എന്നുള്ള ആശങ്ക? ഞങ്ങൾക്ക് ആശങ്കയില്ലല്ലോ. സംസ്ഥാന സർക്കാർ അതിനൊരു സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ലേ. സംസ്ഥാന സർക്കാർ അത് ഒരു തടസ്സവും ഉണ്ടാക്കുമെന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിന്റെ അധികാരികളുമായിട്ട് സംസാരിക്കും. ഞങ്ങളുടെ കോർപ്പറേഷന്റെ നിലപാട് ബോധ്യപ്പെടുത്തും, കോർപ്പറേഷന്റെ ട്രൂ സ്പിരിറ്റ് ബോധ്യപ്പെടുത്തും. സ്വാഭാവിക സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് തന്നല്ലേ പറ്റുള്ളൂ. ഇനി തന്നില്ലെന്നിരിക്കല്ലേ, അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാം. നിയമമുണ്ട്, രാഷ്ട്രീയ പോരാട്ടമുണ്ട്, ഇതൊക്കെ ആവശ്യമാണ് നമ്മൾ സ്വീകരിക്കും.